Hi everyone, all of you welcome back to my channel. Calicut University second semester എക്സാമുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. PGയുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമുകളാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ കോഴ്സുകാർക്കാണ് എത്രാം തീയതിയിലേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ PG 2019 സ്കീമുകാരുടെയാണ് റെഗുലർ, സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻസ് ഏപ്രിൽ 2024. അതായത് സ്റ്റുഡൻസ് ഓഫ് അഫിലിയേറ്റഡ് കോളേജസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ഇവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ വിവിധ കോഴ്സുകാരുടെ സെക്കൻഡ് സെം എക്സാമുകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സ്പെഷ്യൽ എക്സാമിന് ഇൻക്ലൂഡിങ് സ്പെഷ്യൽ എക്സാമിനേഷൻസ് ആൻഡ് റീ എക്സാമിനേഷൻസ്, സ്പെഷ്യൽ എക്സാമുകളും അതുപോലെ റീ എക്സാമിനേഷൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് എക്സാമുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡേറ്റ് ഏതാണ്? 26-ാം തീയതി ജൂലൈ 26 വെള്ളിയാഴ്ച നടക്കാനിരുന്ന എക്സാമുകളൊക്കെ ഫ്രൈഡേ 2 ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ചയിലേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജൂലൈ 26-ന് നടത്തേണ്ടവ ഓഗസ്റ്റ് 2-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ് സെമസ്റ്റർ MA, MSc, MCom, MSW, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MTTM, MBE, MTHM, MHM റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻസ് ഏപ്രിൽ 2024. അപ്പോൾ ഇത്രയും കോഴ്സുകൾ ഞാൻ വായിച്ചിട്ടുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇത്രയും കോഴ്സുകാരുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ PG CBCSS 2019 scheme to 2020 admission onwards for the candidates affiliated colleges. അപ്പോൾ റെഗുലർ സ്റ്റുഡൻസുകാരുടെയാണ് ഈ പറഞ്ഞതെല്ലാം. അടുത്തത് സെക്കൻഡ് സെമസ്റ്റർ MA ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ്, MSc മാത്സ് വിത്ത് ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ്, ബയോളജി, അതുപോലെ ഇത്രയും കോഴ്സുകാർ MSc ബയോളജി അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ്, ഡാറ്റ സയൻസ്, മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ്, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, MA ബിസിനസ് എക്കണോമിക്സ്, ഇത്രയും സെക്കൻഡ് സെമസ്റ്റർ കോഴ്സുകാരുടെ എക്സാമുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതും 2019 to 2021 അഡ്മിഷൻ വരെയുള്ള ആ ഒരു സ്കീമിൽ 2019 സ്കീമിൽ വരുന്ന 2021 അഡ്മിഷൻ ഓൺവേർഡ്സ് വരുന്ന സ്റ്റുഡൻസിനാണ്. ഫോർ ദ കാൻഡിഡേറ്റ്സ് ഓഫ് അഫിലിയേറ്റഡ് കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് തന്നെയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത കാറ്റഗറിയിൽ വരുന്നത് 2020 അഡ്മിഷൻ സ്റ്റുഡൻസ് ആയിട്ടുള്ള MA ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, MA എക്കണോമെട്രിക്സ്, MSc മാത്സ് വിത്ത് ഡാറ്റ സയൻസ്, അതുപോലെ MSc ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ MSc ബയോളജി തുടങ്ങിയ കോഴ്സുകാരുടെ എക്സാമുകളാണ്. അതും റെഗുലർ സ്റ്റുഡൻസിൻ്റെയാണ്. അടുത്തത് വരുന്നത് സെക്കൻഡ് സെമസ്റ്റർ MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി 2020 അഡ്മിഷൻ ഓൺവേർഡ്സ്. 2020 അഡ്മിഷൻ മുതലുള്ള MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പിക്കാരുടെ എക്സാമുകൾ റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എക്സാമുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളത് പിന്നീട് ആയിരിക്കും നടക്കുക. ഓഗസ്റ്റ് 2-നായിരിക്കും നടക്കുക. അതുപോലെ അടുത്തത് സെക്കൻഡ് സെമസ്റ്റർ MCA 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് അല്ലെങ്കിൽ 2020 സ്കീമിൽ വരുന്ന MCAക്കാരുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിൻ്റെയാണ്. അവരുടെ സെക്കൻഡ് സെമസ്റ്റർ MA, MSc, MCom തുടങ്ങിയ കോഴ്സുകാർ സെക്കൻഡ് സെമസ്റ്റർ റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഡിസ്റ്റൻസ് സ്റ്റുഡൻസിൻ്റെ എക്സാം 2022 അഡ്മിഷൻ മുതലുള്ളവരുടെ എക്സാമുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. 2019 സ്കീം അതുപോലെ 2019 സ്കീമിൽ തന്നെ വരുന്ന 2019 മുതൽ 2021 വരെ അഡ്മിഷൻ വരുന്ന സ്റ്റുഡൻസിൻ്റെയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ എക്സാമുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്രയും കോഴ്സുകാരുടെ എക്സാമുകളാണ് മാറ്റിവെച്ചിട്ടുള്ളത് സെക്കൻഡ് സെമസ്റ്റർ. അപ്പോൾ PG സ്റ്റുഡൻസ് എല്ലാവരും കൃത്യമായിട്ട് അവനവൻ്റെ കോഴ്സുകൾ ശ്രദ്ധിക്കുക. അതുപോലെ ഓൾ അതർ എക്സാമിനേഷൻസ് വിൽ ബി കണ്ടക്റ്റഡ് ആസ് പെർ ദ ഷെഡ്യൂൾ. അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ പ്രകാരമായിരിക്കും മറ്റ് എക്സാമുകളൊക്കെ നടക്കുന്നുണ്ടാവുക. ദെയർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ടൈം ആൻഡ് സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമിലോ എക്സാമിൻ്റെ സെൻറ്ററിലോ മാറ്റമുണ്ടാവില്ല. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ താങ്ക് യു.